വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുറേ ആയി വിചാരിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന്, പക്ഷേ ഇങ്ങനെ പല സാഹചര്യങ്ങൾ കൊണ്ടും അതിനെ മാറി പോകുമായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായിരുന്നാലും നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഞാൻ അതിനുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കാണ് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ നമുക്ക് വേറെ പ്ലാനും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ നിന്ന് ട്രിവാൻഡ്രം ടു കൊല്ലം പോവുകയാണ്. ബിക്കോസ് നമുക്കിനി 4 ദിവസം നമ്മുടെ ഈസ്റ്റർ കാര്യങ്ങൾ കലാപരിപാടികളൊക്കെ ആണല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ കൊല്ലത്തേക്ക് പോവും. അപ്പോൾ ഞാൻ നോക്കട്ടെ അതൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മളിങ്ങനെ ഹറിബറിയായിട്ടൊക്കെ നിൽക്കുമ്പോൾ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായിരുന്നാലും ഉച്ച വരെയുള്ളത് ഞാൻ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യും. ബാക്കി നമുക്ക് നോക്കാം കേട്ടോ. അതിൽ ചേർക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഡെഫിനറ്റായിട്ട് ചേർക്കും. അപ്പോൾ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കാതെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ എൻ്റെ പേര് വന്ദന, എൻ്റെ ചാനലിൻ്റെ പേര് മോം സ്ക്രിപ്റ്റ് എന്നാണ്. ഞാൻ നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈൽ ഭാഗമായിട്ട് വരുന്ന വീഡിയോസൊക്കെയാണ് കൂടുതലും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുന്ന കോണ്ടൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ടു ദി വീഡിയോ. അപ്പോൾ ഞാൻ പതിവ് പോലെ തന്നെ കുറച്ച് സമയം എടുത്തിരുന്ന് വെള്ളം കുടിക്കുകയാണ്. ഇത് ആക്ച്വലി എൻ്റെ ഒരു വെയിറ്റ് ലോസിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് കിച്ചണിൻ്റെ ഭാഗത്തു നിന്ന് അമ്മയുടെ ഒരു വിളി വരുന്നത്. ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. രാവിലെ തന്നെ അമ്മയുടെ കാലിൽ ചെറിയൊരു കുപ്പിച്ചില്ല് കുത്തി കയറിയിട്ട് ആകെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒരുവിധം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആയതിനു ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിരുന്നു കേട്ടോ. സോ ഞാൻ 2 ദോശ, ചമ്മന്തി, സാമ്പാർ ഒക്കെ ആയിട്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഭയങ്കര പീസ്ഫുള്ളി കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇന്ന് കുട്ടിക്ക് ഫുഡ് കൊടുത്തത്. കഴിക്കുന്ന സമയത്ത് TV കാണണം, ഫോൺ കാണണം എന്ന് പറയുന്ന കുട്ടികൾക്ക് ഇതൊരു ഓൾട്ടർനേറ്റീവാണ് കേട്ടോ. കുട്ടി ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കാറ്. അവൻ ഫോൺ ചോദിക്കുമ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നൊരു ട്രിക്കാണ്. ഒന്നുകിൽ ഒരു ബുക്ക് വായിച്ചു കൊടുക്കുക, സ്റ്റോറീസ് വായിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കഥ പറഞ്ഞു കൊടുക്കുക. ഈ 2 കാര്യത്തിൽ അവൻ ഇൻവോൾവ് ആയിക്കോളും. ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ച് ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കുട്ടിയുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അവൻ്റെ വാശിയാണ് കേട്ടോ. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് വാശി പിടിച്ച് കരയുന്നൊരു പ്രകൃതം ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്നത് അവനെ കംഫർട്ടാക്കി അവൻ്റെ ഒപ്പം ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക കേട്ടോ. അത് ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരുപാട് നമ്മൾ വീഡിയോസിലൊക്കെ കണ്ട് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കൊതി തോന്നിയിട്ടുള്ളൊരു റെസിപ്പി ഞാനിവിടെ ട്രൈ ചെയ്യാൻ പോവുകയാണേ. വേറെ ഒന്നുമല്ല, നമ്മുടെ അങ്കമാലി സ്റ്റൈലിലുള്ള മാങ്ങാക്കറി. ഇത് ഓൾറെഡി ഞാൻ ഒരു ഫ്യൂ ഇയേഴ്സ് ബാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അന്ന് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആയില്ല. ബിക്കോസ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന മാങ്ങ വെച്ചിട്ടാണ്, പക്ഷെ അതിൻ്റെ പച്ചമാങ്ങ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ആ മാങ്ങയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പുളിയൊന്നും ഇല്ലാത്ത ഒരു മാങ്ങയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ കറിക്ക് ഉദ്ദേശിച്ച അത്ര ടേസ്റ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇന്ന് നമുക്ക് വിഷു കഴിഞ്ഞിട്ട് കണി വെച്ച മാങ്ങ 2 ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരെണ്ണം ഞാൻ പൊക്കി സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിന്ന് അങ്കമാലി സ്റ്റൈലിലെ മാങ്ങാക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കറിയില്ല അത് എത്രത്തോളം സക്സസ് ആകുമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് കേട്ടോ വെക്കുന്നത്. ഒരു കുഞ്ഞു മാങ്ങ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ അത് വെക്കുന്നത്. കാരണം അത് വേസ്റ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാനതൊരു കുഞ്ഞ് കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഓൾറെഡി ഇതേ മാങ്ങ കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവോള അരിഞ്ഞതാണ് കേട്ടോ. ഒരു സവോള അരിഞ്ഞത്, കുറച്ച് ജിഞ്ചർ, ഒരു 3 പച്ചമുളക്. ഇത് എരിവുള്ളതായതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ വേണ്ടത് നമുക്ക് തേങ്ങയാണ്. ഞാനൊരു അര മുറി തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട് കേട്ടോ. അരമുറി മീൻസ് ഇത് ഇങ്ങനെ അരമുറി തേങ്ങ ഞാൻ തിരികെ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്കിനി തേങ്ങാപ്പാൽ എടുക്കണം. പിന്നെ വേണ്ടത് നമുക്ക് വിനീഗർ വേണം. പിന്നെ താളിക്കാൻ ആവശ്യമായിട്ടുള്ള വറ്റൽമുളക്, ചെറിയ ഉള്ളി, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്കറിയില്ല ഇത് എത്രത്തോളം സക്സസ് ആകുന്നത്. എനിവേ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ട്രൈ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുളകും ഇഞ്ചിയും നമ്മുടെ സവോള എല്ലാം കൂടി ഇങ്ങനെ മസാലയൊക്കെ ഇട്ടിട്ട് അത് കൈ കൊണ്ട് തിരുമുന്നതാണ് കാര്യം ഇരിക്കുന്നതാണ് മിക്ക വീഡിയോസിലും ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ്
അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ അതാണ്. അതായത് ഈ എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളുടെ കൂടെ നമ്മൾ പച്ച വെളിച്ചെണ്ണയും അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിരുമ്മി റെഡിയാക്കാം ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പ്രൊസീജിയർ. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ അതിലേക്ക് പൊടികളായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഞാനിവിടെ 2 സ്പൂണാണ് എടുത്തേക്കുന്നത് കേട്ടോ. മുളക് പൊടി 1 സ്പൂണാണ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതിലേക്ക് ഒരല്പം വിനീഗറും ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് നല്ല പോലെ കൈ കൊണ്ട് തിരുമ്മി എടുക്കണം കേട്ടോ. നമ്മൾ ഈ കൈ കൊണ്ട് തിരുമ്മി എടുക്കുന്നതിലാണ് ഈ കറിയുടെ രുചിയെന്ന് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. നല്ല കൈ കൊണ്ട് തിരുമ്മി മാറ്റി വെച്ചേക്കാണ്. നമുക്ക് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അത് ഉപ്പിടണം. ഇനി വെറും സവാളയും നമ്മൾ തിരുമ്മി മാറ്റി വെച്ചേക്കുന്ന ആ ഉള്ളി മിക്സ്ചർ ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മാങ്ങയും തേങ്ങയുടെ 2ാം പാലും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നല്ല രീതിയിൽ തിളയ്ക്കാൻ വെക്കുക കേട്ടോ. അത് നല്ലോണം തിളച്ച് അത്യാവശ്യം ഒന്ന് കുറുകി വരുന്നതാണ് അതിൻ്റെ ഒരു പരുവം. ആ കുറുകി വരണ സമയത്ത് നമുക്ക് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്തതിന് ശേഷം പിന്നെ ഇത് അധികം അങ്ങോട്ട് തിളയ്ക്കേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴേക്കും നമുക്കതിന് വറവിട്ട് കൊടുക്കാം. വറവെന്ന് പറയുമ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വെറുതെ ഉള്ളിയും വറ്റൽമുളകും കൂടി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് അതാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ കടുകൊക്കെ ചേർക്കാം. പിന്നെ എൻ്റെ കയ്യിൽ കറിവേപ്പില ഉണ്ടായിരുന്നില്ല. കറിവേപ്പിലയും അത്യാവശ്യം നല്ല രീതിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മുടെ അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി ഉണ്ടാക്കുന്നത് കേട്ടോ. വേഗം ഫുഡൊക്കെ ആക്കിയതിന് ശേഷം നേരെ ഞാൻ പോയി ബാഗൊക്കെ പാക്ക് ചെയ്യുമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കൊല്ലത്തേക്ക് പോകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ടാണ് വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നത് കേട്ടോ. ചോറും മാങ്ങാക്കറിയും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് കഴിച്ചത്. ഭയങ്കര ടേസ്റ്റായിരുന്നു. ചെറിയൊരു പുളിയൊക്കെ ആയിട്ട് നല്ലൊരു കറിയായിരുന്നു. പക്ഷേ എനിക്ക് അതിനെക്കാട്ടിലും ഇഷ്ടമായത് അതിൻ്റെ കൂട്ടത്തിൽ പപ്പടവും മുട്ട പൊരിച്ചതൊക്കെ കൂട്ടി കഴിച്ചപ്പോഴാണ് കേട്ടോ. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ അങ്കമാലി സൈഡിൽ നിന്ന് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കിതല്ലാതെ വേറെ കോമ്പിനേഷൻസ് ഒന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളതേ എല്ലാവരുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അനിയത്തിയൊന്നും ഞങ്ങളുടെ കൂടെ വരുന്നില്ല. അവർ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. സോ ഫൈനലി ഞങ്ങൾ സ്റ്റേഷനിലെത്തി, ടിക്കറ്റ് എടുത്തു. ഞങ്ങൾക്ക് 8 മണിക്കാണ് കേട്ടോ ട്രെയിൻ കൊല്ലത്തെത്തുക. അപ്പോൾ അതുവരെ ഞങ്ങളിതിങ്ങനെ ട്രെയിനിൽ പോസ്റ്റ് ആവാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.